ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടും കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടും എന്ന വിശേഷണം ഈ വിഴിഞ്ഞത്തിനുണ്ട്. രാജ്യത്തെ ചരക്ക് നീക്കത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ വിഴിഞ്ഞം മാറ്റി എഴുതിയെന്ന് വരും. രാജ്യത്തെ ഒരു തുറമുഖത്ത് ആദ്യമായി ഒരു മദർഷിപ്പ് അടുക്കുമ്പോൾ ആ തുറമുഖത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശരിക്കും പ്രകൃതി നൽകിയ പ്രോജക്റ്റാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു 15 മീറ്റർ ഉണ്ടെങ്കിൽ വലിയ പടുകൂറ്റൻ കപ്പലുകൾക്ക് തുറമുഖത്തെത്താൻ കഴിയും. ഇവിടെ 20 മുതൽ 24 മീറ്റർ വരെ വിഴിഞ്ഞത്ത് ഈ തീരത്തിനടുത്ത് ആഴമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏത് വലിയ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പടുകൂറ്റൻ വലിയ കപ്പലുകൾക്ക് പോലും വിഴിഞ്ഞത്ത് തീരമണയാൻ കഴിയും എന്നതാണ് ഈ നാച്ചുറൽ പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ അടുത്തുള്ള പോർട്ടുകൾക്കൊക്കെ തന്നെ സ്വപ്നം കാണാൻ കഴിയാത്ത അഗാധങ്ങളിൽ 20-24 മീറ്റർ ആഴമുണ്ട് ഈ വിഴിഞ്ഞത്തിന്. അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതി കൂടി നമുക്കൊപ്പം തോളോട് തോളുരുമി നിൽക്കുന്ന കാഴ്ചയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കാര്യത്തിൽ. സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ ഭീമാകാരമായ കപ്പൽ വിഴിഞ്ഞം തീരത്തെത്തുമ്പോൾ കേരളത്തിൻ്റെ വികസന മുഖച്ഛായയ്ക്ക് വലിയൊരു മാറ്റം കുറിക്കുന്ന ദിവസം കൂടിയാണെന്ന്. നാളെയാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. മറ്റൊരു വാർത്ത. ഒരു പതിറ്റാണ്ടോളമുള്ള കാത്തിരിപ്പിന് വിരാമം. രാജ്യത്തിന്റെ ആദ്യ മദർ പോർട്ടിലേക്ക് സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ ചരക്ക് കപ്പൽ എത്തുകയാണ്. രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക രംഗത്തെ പുതുയുഗത്തിന് തുടക്കമിടുകയാണ് സാൻ ഫെർണാണ്ടോ. അത്യപൂർവമായ ചില പ്രത്യേകതകളാണ് വിഴിഞ്ഞത്ത് തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണമായത്. കടലിന്റെ സ്വാഭാവിക ആഴവും അന്താരാഷ്ട്ര കപ്പൽച്ചാലിലേക്കുള്ള ദൂരവും അനുയോജ്യമായ കാലാവസ്ഥയും ഒക്കെയാണ് പ്രധാനം. ആ സവിശേഷതകൾ മുന്നിൽ കണ്ടാണ് അദാനി 2015-ൽ തുറമുഖം പണിയാൻ സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പിട്ടത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് അതിന്റെ സ്വാഭാവിക ആഴം. രാജ്യത്തെ ഒരു തുറമുഖത്തിലും 20 മീറ്റർ സ്വാഭാവിക ആഴം കാണാനാകില്ല. ആ 20 മീറ്റർ സംസ്ഥാനത്തിനും രാജ്യത്തിനും നേടിക്കൊടുക്കാനിരിക്കുന്നത് കോടികൾ. വൻ വികസനത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് തല ഉയർത്തി നിൽക്കുന്ന ഈ തുറമുഖം. തുറമുഖം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ക്രെയിനുകൾ, മറൈൻ ഓപ്പറേഷൻ യൂണിറ്റ്, പുലിമുട്ട്, കണ്ടെയ്നർ ബർത്ത്, കണ്ടെയ്നർ യാർഡ് തുടങ്ങിയ മുഴുവൻ സൗകര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ചൈനയിൽ നിന്നെത്തിച്ച 31 ക്രെയിനുകളും ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കും. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇന്നു തന്നെ ചരക്കിറക്കി തുടങ്ങും. എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ യാർഡ്. 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ, അതായത് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള സൗകര്യം, 23 യാർഡ് ക്രെയിനുകൾ, അങ്ങനെ മൊത്തം 31 ക്രെയിനുകളാകും വിഴിഞ്ഞത്ത് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നിറക്കുക. രാജ്യത്തെ ഒരു തുറമുഖത്തും മദർഷിപ്പുകൾ അടുക്കാൻ സൗകര്യമില്ല. നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളിലൂടെയാണ് ചരക്ക് നീക്കം. രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് ഫീഡർ കപ്പലുകൾ പോയാണ് ചരക്കിറക്കുകയും കയറ്റുകയും ചെയ്യുന്നത്. ഇനിയെല്ലാം നേരിട്ട്. 800 മീറ്റർ വരുന്ന തുറമുഖ ബെർത്തിന്റെ 400 മീറ്റർ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അതായത് ഒരേ സമയം 2 കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് ഒരേ സമയം അടുപ്പിക്കാം. ഏതാണ്ട് 7000-ലധികം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് ഇറക്കാം. രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. മദർഷിപ്പിൽ നിന്ന് ഫീഡർ കപ്പലുകളിലേക്കും ഫീഡർ കപ്പലുകളിൽ നിന്ന് മദർഷിപ്പിലേക്കും ചരക്ക് മാറ്റാം എന്നതാണ് പ്രത്യേകത. തുറമുഖത്തേക്ക് ചരക്കിറക്കുന്നതിന്റെ സമയനഷ്ടവും ചിലവും ഇത് കുറയ്ക്കും. ട്രയൽ റൺ 2-3 മാസം നീളും. പടുകൂറ്റൻ മദർഷിപ്പുകൾ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തും. രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങൾക്കും വിഴിഞ്ഞം നേട്ടമുണ്ടാക്കും. ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പിനും വിഴിഞ്ഞത്തേക്ക് സുസ്വാഗതം. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.